എല്ലാവർക്കും നമസ്തേ. ഇന്ന് മഹാശിവരാത്രി. എല്ലാ വിശ്വാസികൾക്കും എൻ്റെ മഹാശിവരാത്രി ആശംസകൾ. ഹിന്ദു സമൂഹം വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കേണ്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ മഹാശിവരാത്രി എന്ന് പറയുന്നത്. കാരണം നമുക്കെല്ലാം അറിയാം, ശിവരാത്രിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകരക്ഷാർത്ഥം പാർവതി ദേവിയും മറ്റ് ദേവഗണങ്ങളും ഉറക്കെ ഒഴിഞ്ഞിരുന്ന് ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച ദിവസം, അതായത് ദേവന്മാരുടെ ജരാനര മാറ്റുന്നതിനായി പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് ലഭിക്കുന്ന അമൃത് കഴിക്കണം എന്ന് ദുർവാസാവിന്റെ ശാപമോക്ഷം, ദുർവാസാവിന്റെ ശാപത്താലാണല്ലോ ഇവർക്ക് ജരാനര ബാധിച്ചത്. ശാപമോക്ഷത്തിൻ്റെത് അനുസരിച്ച് മന്ധര പർവ്വതത്തിനെ ഇത് കടക്കോലാക്കിക്കൊണ്ട് വാസുകി എന്ന സർപ്പരാജാവിനെ, നാഗരാജാവിനെ അതിൻ്റെ കയറാക്കി ഉപയോഗിച്ചുകൊണ്ട് തലഭാഗം ദേവന്മാരും വാൽഭാഗം അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അഥവാ കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വാസുകി കൊടിയ വിഷം, കാളകൂട വിഷം വാസുകിയിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായി. ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി ഒന്നാകെ നശിക്കും എന്നതുകൊണ്ട് ഭഗവാൻ മഹാദേവൻ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വീകരിച്ച് പാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് പാനം ചെയ്തപ്പോൾ ഇത് ഉള്ളിലോട്ട് പോയാൽ ഭഗവാന് ആപത്തുണ്ടാകും എന്ന് പാർവതി ദേവി കരുതുകയും അത് ഭഗവാന്റെ വയറിനുള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴുത്തിന് കുത്തിച്ചു പാർവതി ദേവി. അപ്പം മഹാവിഷ്ണു എന്താണ് ചെയ്തത്? ഇത് വെളിയിലോട്ട് വീണാൽ ലോകം മൊത്തം നശിക്കും, ഭൂമിയിൽ വീണാൽ ഭൂമി മൊത്തം നശിക്കും. ഭഗവാൻ അത് കൈകൊണ്ട് മഹാദേവന്റെ വായു പൊട്ടി അങ്ങനെ ഇരുന്ന് പാർവതി ദേവി, ഈ സന്ദർഭത്തിൽ പാർവതി ദേവി ഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ രാത്രി ഉറക്കമിളച്ചിരുന്ന് ഭഗവാന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ ദിവസമാണ്. പാർവതി ദേവിയും മറ്റ് ദേവന്മാരും ദേവഗണങ്ങളും ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഐതിഹ്യം. ഇതനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ധർമ്മത്തിനും ലോകത്തിനും നന്മയ്ക്ക് വേണ്ടി ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, അന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സനാതനധർമ്മം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, നാനാവശത്തു നിന്നും സനാതനധർമ്മത്തിന് നേരെ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ ശക്തികൾ, മറുഭാഗത്ത് ഹിന്ദു വിരുദ്ധ ശക്തികൾ. ഹിന്ദു സമൂഹത്തിന്, സനാതനധർമ്മത്തിനെ നശിപ്പിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഭരണവർഗം തന്നെ, നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലെ കാര്യം പ്രശ്നമില്ല. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിലെ ഹിന്ദു സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്ന്, ഏറ്റവും കൂടുതൽ ഭക്തിപൂർവ്വം കഴിയേണ്ട ദിവസമാണ്. അത് കേരളം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഹിന്ദു സമൂഹത്തിനെ, സനാതനധർമ്മത്തിനെ എങ്ങനെ നശിപ്പിക്കണം, ക്ഷേത്രങ്ങളെ എങ്ങനെ തകർക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഒരു വൈദേശിക ഹിന്ദു വിരുദ്ധ ശക്തിയാണ്. നമ്മുടെ രാഷ്ട്രത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കി മാറ്റി ഒരു ശക്തിയുമായിട്ടാണ് അവർ ചേർന്നിരിക്കുന്നത്. അതിനകത്തിലെ ഒരു വിഭാഗം അന്ന് രാഷ്ട്രത്തിനെ രണ്ടാക്കിയതും ആ ഒരു വിഭാഗത്തിലെ ഒരു തീവ്ര മനസ്കരായിരുന്നു. അവരിപ്പോഴും ഉണ്ട്. അവര് നമ്മുടെ ഹിന്ദു സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുമായി ചേർന്ന് ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവർക്ക് ഭരണത്തിന്റെ പിൻബലമുള്ളത് കൊണ്ട്, അവർ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അവർക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ അടുത്ത തലമുറ ഇതിൽ പെട്ടുപോകാതിരിക്കാൻ, നമ്മുടെ സംസ്കാരം നശിച്ചു പോകാതിരിക്കാൻ
ഇതേപോലുള്ള ഉത്സവങ്ങൾ നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തും നമ്മൾ ഇതൊക്കെ ആചരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഇത്തരം ആഘോഷിക്കുക. നമ്മുടെ ലോകനന്മയ്ക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ നന്മയ്ക്കും അത് നാശമില്ലാതെ ഇവരൊക്കെ ശ്രമിച്ചാൽ ഇത് നശിക്കത്തില്ല എന്നുള്ളത് ചരിത്രമാണ്. എങ്കിലും അതിനെ കൂടുതൽ പൂർവാധികം ശക്തമാക്കി നിർത്തുന്നതിനായി ഹിന്ദു സമൂഹം ഇന്നേ ദിവസം ഈ ശിവരാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുക. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതും ഈ പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയും ഈ ശിവരാത്രിക്ക് ഇന്ന് സമാപിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. 144 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയും ഇന്ന് സമാപിക്കുകയാണ്. കുംഭമേളയെ കുറിച്ചറിയാം, ഈ മഹാകുംഭമേളയെ കുറിച്ചെല്ലാം നമുക്കെല്ലാം അറിയാം. എങ്കിലും ചുരുക്കി പറയുകയാണ്, ഈ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്. അവിടെയാണ് പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ. മുമ്പേ പറഞ്ഞതുപോലെ പാലാഴി മഥനം കഴിഞ്ഞു. ധന്വന്തരി ഭഗവാൻ, മഹാവിഷ്ണുവിന്റെ അവതാരമായ ധന്വന്തരി ഭഗവാൻ അമൃതകുംഭവുമായി ഉയർന്നു വന്നു. ആ കുംഭത്തിൽ നിന്നും ഈ രണ്ട് ഭാഷ്യമുണ്ട്. ഒന്ന് ഗരുഡൻ ഈ അമൃതകുംഭവും കൊണ്ട് പോയ വഴിക്കെന്ന് പറയുന്നു. പിന്നെ വേറൊരു കഥയുണ്ട്. ഒരു അദ്ദേഹത്തിന്റെ പുരാണ കഥാപാത്രത്തിന്റെ കാര്യം ജയന്തനും അങ്ങനെയായിട്ടാണ് പേര് പറയുന്നത്. അദ്ദേഹം ഈ ഇത് തട്ടിയെടുത്തുകൊണ്ട് പോയി ഒളിച്ച് കൊണ്ടുപോയ വഴിക്കെന്ന് പറയുന്നു. ഇതിലേതാണെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ ഗരുഡന്റെ ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഈ അമൃതകുംഭം കൊണ്ടുപോയ വഴിക്ക് ഈ ഈ 3-4 ഈ ഓരോ തുള്ളി വീണെന്നാണ് പറയുന്നത്. പ്രയാഗ്രാജ്, നാസിക്ക്, ഉജ്ജയിൻ, അതുപോലെ ഏതോ ഒരു സ്ഥലത്തും ഇവിടങ്ങളിൽ ഈ നദികൾ അതുകൊണ്ട് പവിത്രമായി എന്ന് പറയുന്നു. ഈ നമ്മുടെ ഈ പ്രയാഗ്രാജിലെ ഗംഗ, യമുന, സരസ്വതി ഈ 3 നദികൾ സംഗമിക്കുന്ന ഈ ഇടത്ത് ഒന്നുകൂടെ കൂടുതൽ പ്രാധാന്യവും പറയുന്നുണ്ട്. അവിടെ നടക്കുന്ന ഈ മഹാകുംഭമേളയുടെ സമാപനം ഇന്നാണ്. ഈ പ്രാവശ്യം ഈ ശിവരാത്രി ദിവസത്തിൽ സമാപിക്കുകയാണ്. അങ്ങനെയും കൂടി നമുക്ക് സനാതന ധർമ്മ വിശ്വാസികൾക്ക് ഇപ്രാവശ്യത്തെ ശിവരാത്രി വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെ നമ്മുടെ പരിചയക്കാരെയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. ഈ ശിവരാത്രിയിൽ തുടക്കമാകട്ടെ നമ്മുടെ സനാതന ധർമ്മ സംരക്ഷണത്തിനായിട്ടും നമ്മുടെ മൊത്തത്തിലുള്ള ധർമ്മ സംരക്ഷണത്തിനായിട്ട്, ഹൈന്ദവ ധർമ്മ സംരക്ഷണത്തിനായിട്ട്, നമ്മുടെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായിട്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട്, ഐശ്വര്യത്തിനായിട്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനായിട്ട് ഈ ശിവരാത്രി മുതൽ നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ ശിവരാത്രിയെ നമ്മളെല്ലാം അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കണ്ട് ശിവരാത്രി ആചരിക്കുക. ആചാരവിധിപ്രകാരം രാത്രി ഉറക്കം ഒഴിച്ചിരുന്നും എല്ലാം നമ്മൾ പാർവതീ ദേവിയും ദേവന്മാരും എങ്ങനെയാണോ ലോക നന്മയ്ക്കും ഭഗവാന്റെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചത്, ആചരിച്ചത്, അതേ രീതിയിൽ തന്നെ, അതേപോലെ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കഴിയുന്ന രീതിയിൽ ആ ശിവരാത്രി ആഘോഷം ആചരിക്കുക. ലോകരക്ഷാർത്ഥം നമ്മൾ ഇതെല്ലാം ചെയ്യുക. നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കും സനാതനധർമ്മത്തിൻ്റെ രക്ഷയ്ക്കും അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിനുമായിട്ട് എല്ലാവരും ഈ ശിവരാത്രി ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.